സ്റ്റുഡൻസ്, നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് കിടക്കുകയാണ്. പഠിപ്പിച്ച പാഠങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് 3 ചാപ്റ്റേഴ്സ് കൂടെ തീരാനുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശകലനം ചെയ്യാം. അനാലിസിസ് വിശകലനം. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ വ്യാഖ്യാനം. അപ്പോൾ എ കമ്പനി വിച്ച് ഫങ്ഷൻസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് will communicate its activities, its results to the outsiders, to the shareholders, to the employees through financial statements. So financial statements are the statements used for communicating about the activities of the firm. So they prepare financial statements in a way that the profit or loss can be shown. Similarly, the financial position can be shown. It is a summarized information prepared in a systematic way. Accounting, it is a method of communication. It is prepared by the top management. So the consolidation of accounts are made by the top management. നമുക്കറിയാം 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മറ്റൊന്ന് ബാലൻസ് ഷീറ്റും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ റിസൾട്ട് ഓഫ് ദ കമ്പനി ഓഫ് ദ ഓർഗനൈസേഷൻ ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. അപ്പോൾ ഇതാണ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ദ അനദർ വൺ ഈസ് ബാലൻസ് ഷീറ്റ്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ പെർഫോമൻസ് ഓഫ് ദ ഫേം, ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം ഫോർ എ പർട്ടിക്കുലർ ഡേറ്റ്. അപ്പം ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം ഓൺ എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം, ഫോർ എക്സാമ്പിൾ 31st March. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിഫ്ലെക്ട്സ് ദ പെർഫോമൻസ് ഓഫ് ദ ഫേം ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് മുതൽ ധാരാളം ഐറ്റംസ് അതിനകത്തുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, സോ മെനി ഐറ്റംസ് ആണ്. അപ്പോൾ ആ ഐറ്റംസ് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് നോക്കിയാൽ ഒരു ലേമാൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അതൊന്നും മനസ്സിലാവില്ല. സോ ദേ പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഇൻ എ പർട്ടിക്കുലർ വേ. അപ്പോൾ അത് സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷണൽ പെർഫോമൻസ്, അതിൻ്റെ ഒരു എഫിഷ്യൻസി, അതിൻ്റെ ഒരു പ്രവർത്തന മികവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗീവ്സ് ദ പ്രോഫിറ്റ് ഓർ ലോസ്, ദ അസറ്റ് പൊസിഷൻ ഓഫ് ദ കമ്പനി. ഇറ്റ് ഡസൻ ഗീവ് ആൻ ഐഡിയ അബൌട്ട് ദ എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ്, സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ എക്സെട്ര. അപ്പം നമുക്ക് സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി, നമ്മുടെ സ്ഥാപനം നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം ഇഫ് വി അനലൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വി ക്യാൻ ഡ്രോ കൺക്ലൂഷൻ ഫ്രം ദം. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻസ് വേണം. വി ഹാവ് ടു മേക്ക് സം കൺക്ലൂഷൻ. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ടു ബി അനലൈസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. അപ്പം വെറും ആ പ്രോഫിറ്റബിലിറ്റിക്ക് മേലെ അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയ ലെവലിൽ ഇതാണ് സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് മെഷർ ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എ ഫേം ബൈ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം ദർ ആർ സെവറൽ ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. യു ക്യാൻ മെഷർ ദ എഫിഷ്യൻസി, യു ക്യാൻ മെഷർ ദ സ്ട്രെങ്ത്, യു ക്യാൻ മെഷർ ദ വീക്ക്നെസ് by establishing relationship between the items. അപ്പോൾ നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റും സെയിൽസും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു റേഷ്യോ കണക്കാക്കി, അതൊരു അനാലിസിസാണ്. അപ്പം വി ആർ ഗിവിങ് റിലേഷൻഷിപ്പ്, വി ആർ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ബാലൻസ് ഷീറ്റിനെ കുറിച്ചും
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ. ഞാൻ പറഞ്ഞ രണ്ട് വാക്കുകൾ, അനാലിസിസ് വിശകലനം ചെയ്യുക, വിശകലനം, ഇൻ്റർപ്രിട്ടേഷൻ വ്യാഖ്യാനിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വ്യാഖ്യാനിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതിനാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടു സിംപ്ലർ വൺസ്. നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റീസ്, നമ്മളതിനെ റീഗ്രൂപ്പ് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു. നമ്മളെന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അനാലിസിസിൽ നമ്മൾ ചില ഐറ്റംസ്, ബന്ധമുള്ള ഐറ്റംസ് തമ്മിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീഗ്രൂപ്പ് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു, റേഷ്യോസും പെർസെൻറ്റേജും കാണുന്നു. ഫോർ എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഒരു അനാലിസിസ് നടത്തുകയാണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു സിമ്പിൾ ടേംസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് യൂസർ. എന്താണ് ബെനിഫിറ്റ് ഓഫ് ദ യൂസർ? ബെനിഫിറ്റ് ഓഫ് ദ യൂസർ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്റ്റേറ്റ്മെൻറ്റിനെ സിമ്പിൾ ടേംസിലാക്കുന്നു. അപ്പോൾ എക്സ്പ്ലെയിനിങ് ഇൻ സിമ്പിൾ ലാംഗ്വേജ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി. സ്ഥാപനത്തിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി, അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മളൊരു സിമ്പിൾ ടെർമിനോളജിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക? ഹു ആർ ദ പേഴ്സൺസ് വ്യൂയിങ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് ഓണേഴ്സ്, ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റ് ഓണേഴ്സ്, സോൾ ട്രേഡറോ പാർട്ണർഷിപ്പ് ആരോട്ടെ, ഓണേഴ്സ്. സെക്കൻഡ് വൺ മാനേജ്മെൻറ്റ്, ദേ വാണ്ട് ടു measure the efficiency, they want to measure the result, management. Creditors, they want to check the solvency, liquidity of the company, solvency. Employees, they need so many information regarding the bonus or so many other wage increase, so many items, employees. Investors, future investors, whether they have to make more investment, our investment നടത്തണോ വേണ്ടയോ, investors. ഗവൺമെൻറ്റിന് ടാക്സ് മറ്റു കാര്യങ്ങൾ. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള റിസൾട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ കൺസ്യൂമേഴ്സ്, നമ്മുടെ കമ്പനി എങ്ങനെ. അപ്പം ഇത്രയും ആൾക്കാരാണ് നോർമലി ദ പേഴ്സൺസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ? ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റ് ദ ഏണിംഗ് കപ്പാസിറ്റി. സ്ഥാപനത്തിൻ്റെ ലാഭം നേടാനുള്ള കഴിവ്, ഏണിംഗ് കപ്പാസിറ്റി മെഷർ ചെയ്യാം. അസസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർ ചെയ്യാം. മെഷർ ദ മാനേജീരിയൽ എഫിഷ്യൻസി, മാനേജീരിയൽ എഫിഷ്യൻസി മീൻസ് മാനേജ്മെൻറ്റ് ലെവലുള്ള എഫിഷ്യൻസി മെഷർ ചെയ്യാം. ഡിസൈഡ് അബൌട്ട് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, വാട്ട് ആർ ദ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. നോ ദ പ്രോഗ്രസ് ഓഫ് ദ ഫേം, കഴിഞ്ഞ വർഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോഗ്രസ് എങ്ങനെയുണ്ട്, പ്രോഫിറ്റ് വർദ്ധിക്കുന്നുണ്ടോ. ജഡ്ജ് ദ സോൾവൻസി, ലിക്വിഡിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. മെഷർ ദ എഫിഷ്യൻസി ഓഫ് ദ ഓപ്പറേഷൻസ്, പ്രവർത്തന മികവ്, ടു മെഷർ ദ എഫിഷ്യൻസി. അസസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ്, കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത്, ഫിനാൻഷ്യൽ പെർഫോമൻസ്. മേക്ക് എ കമ്പാരിറ്റീവ് സ്റ്റഡി ബിറ്റ്വീൻ 2 years ഓർ ബിറ്റ്വീൻ 2 companies, കമ്പാരിറ്റീവ് സ്റ്റഡി. ഇൻ്റർഫേം കമ്പാരിസൺ, ഫേമിൻ്റെ ഉള്ളിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാം, ഇൻ്റർഫേം. ദെൻ മേക്ക് ഫ്യൂച്ചർ പ്ലാൻസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. ഇനി ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്, എക്സ്റ്റേണലും ഉണ്ട് ഇൻറ്റേർണലും ഉണ്ട്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ. എക്സ്റ്റേണൽ അനാലിസിസ് മീൻസ് ഡൺ ബൈ ഔട്ട്സൈഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് എക്സെട്ര. ദേ യൂസ്ഡ് പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് അവരെ യൂസ് ചെയ്യുക. അപ്പം ഔട്ട്സൈഡേഴ്സ് യൂസ് ചെയ്യുന്നു, അത് ഇൻവെസ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെയാണ് പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻറ്റേർണൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൺ ബൈ ദ മാനേജ്മെൻറ്റ്. അതിനവരെന്താ ചെയ്യുക? അവർ സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻറ്റേർണൽ റെക്കോർഡ്സ്. അപ്പം മെറ്റീരിയൽ യൂസ്ഡ് രണ്ടുണ്ട്, എക്സ്റ്റേണലും ഇൻറ്റേർണലും. എക്സ്റ്റേണൽ ഔട്ട്സൈഡേഴ്സ്, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, അത് ഇൻറ്റേർണൽ റെക്കോർഡ്സ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, നമുക്കറിയാം ലക്ഷ്യം ഷോർട്ട് ടേമും ഉണ്ട്, ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേം മീൻസ്
നമ്മുടെ സോൾവൻസി മെഷർ ചെയ്യുക, ലിക്വിഡിറ്റി മെഷർ ചെയ്യുക, റീപേയിങ് കപ്പാസിറ്റി മെഷർ ചെയ്യുക, ഷോർട്ട് ടേം അനാലിസിസാണ്. നമ്മൾ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം അനാലിസിസ്. ലോങ് ടേം അനാലിസിസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം സോൾവൻസി, സ്റ്റെബിലിറ്റി ഒക്കെ. നമുക്കറിയാം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഏർണിംഗ് പെർ ഷെയർ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ എന്താണ് നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ലോങ് ടേം സോൾവൻസി അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോങ് ടേം അനാലിസിസ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ലിക്വിഡിറ്റി മെഷർ ചെയ്യാനാണ് ഷോർട്ട് ടേം അനാലിസിസ്. ഇനിയും മൂന്നാമതായിട്ട് ഓൺ ദ ബേസ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ, ഹൊറിസോണ്ടൽ അനാലിസിസും വെർട്ടിക്കലും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ വെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ അനലൈസ്ഡ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്, പല വർഷങ്ങളിലെ 5 വർഷത്തെ പ്രോഫിറ്റബിലിറ്റി, 5 വർഷത്തെ റിസൾട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. രണ്ടാമതായിട്ട് വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ഐറ്റംസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് 1 ഇയർ. ഒരു വർഷത്തിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ ഫോർ എക്സാമ്പിൾ ലോങ് ടേം ലയബിലിറ്റി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, കറണ്ട് റേഷ്യോ ഒക്കെ. അപ്പോൾ കമ്പയറിങ് കറണ്ട് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റി 6 ഇയർ. അപ്പോൾ ഇതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ്? ഒന്ന്, റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ റീഅറേഞ്ച് ചെയ്യണം. അതിൻ്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം ഫോർ ദ ബെനഫിറ്റ് ഓഫ് അവർ അനാലിസിസ്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാസ്റ്റ് ഡാറ്റയുമായിട്ട് നമ്മളതിനെ കമ്പയർ ചെയ്യുന്നു. കമ്പയറിങ് വിത്ത് പാസ്റ്റ് ഡാറ്റ വിത്ത് സിമിലർ കമ്പനീസ്. നമ്മുടെ റിസൾട്ടിനെ മറ്റു കമ്പനികളുടെ റിസൾട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അനാലിസിസ്, റേഷ്യോസും ട്രെൻഡ് അനാലിസിസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ വിശകലനം ചെയ്യുന്നു. അനാലിസിസ്. ലാസ്റ്റ് വൺ, ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമുലേറ്റിംഗ് ആൻഡ് ഫൈൻഡിങ് കൺക്ലൂഷൻസ്, മേക്കിംഗ് റിപ്പോർട്ട്സ്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. നാളെ മുതൽ നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കും. അപ്പം അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ അസൈൻമെൻറ്റുകൾ 2-3 ദിവസമായിട്ട് അത് ചെയ്യുക. പിന്നെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളത് ചെയ്യുക. ഓക്കെ, താങ്ക് യു.